ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡൊമസ്റ്റിക് സർവീസ് ലൈൻ എങ്ങനെ സ്ഥാപിക്കാം എന്നാണ്. ഈ സെഷൻ തീരുന്നതോടെ നിങ്ങൾക്ക് നിയറസ്റ്റ് പോൾ ലൊക്കേറ്റ് ചെയ്യുകയും ആവശ്യമുള്ള വസ്തുക്കളുടെ എസ്റ്റിമേറ്റ് കണക്കാക്കുകയും ചെയ്യും. GI പൈപ്പ് തയ്യാറാക്കുന്നതിന് ഗൂസ് നെക്ക് രൂപത്തിൽ അവ വളച്ച് അത് തൽസ്ഥാനത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയും സെപ്പറേറ്ററും സർവീസ് കേബിളും ഉപയോഗിച്ച് സപ്പോർട്ട് GI വയർ തയ്യാറാക്കുകയും സർവീസ് കേബിൾ വലിച്ച് എനർജി മീറ്ററിലേക്ക് കണക്ട് ചെയ്യുകയും ഒരു ഏരിയൽ ഫ്യൂസ് വഴി ഓവർഹെഡ് ലൈനിലേക്ക് സർവീസ് കേബിൾ ബന്ധിപ്പിക്കുകയും രണ്ടറ്റത്തെയും സർവീസ് കേബിളുകൾ സപ്പോർട്ട് വയർ എങ്ങനെയാണ് എർത്ത് ചെയ്യേണ്ടതെന്നും പഠിക്കും. ഇലക്ട്രീഷ്യൻ ടൂൾസ് കിറ്റ് കൂടാതെ വേണ്ട എക്യുപ്മെന്റ്സ്. ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ്: പൈപ്പ് ജമ്പർ 25 mm ഡയമീറ്ററിൻ്റെ, അതിന് 40 cm ലെങ്ത് ഉണ്ടാവണം. പൈപ്പ് റെഞ്ച് 50 mm, മെഗ്ഗർ 500 വോൾട്ടിൻ്റെ, നമ്പർ 10 റോവൽ പ്ലഗ് ടൂൾ വേണം വിത്ത് ബിഡ്, 300 mm ബ്ലേഡുള്ള അഡ്ജസ്റ്റബിൾ ഹാക്സോ ബ്ലേഡ് വേണം. പിന്നെ സേഫ്റ്റി ബെൽറ്റ്, ബാംബു ലാഡർ വേണം 6 മീറ്റർ ഹൈറ്റ് ഉള്ളത്. 15 to 40 mm ഉള്ള സ്റ്റോക്കുള്ള GI ഡൈസെറ്റ് വേണം. കൂടാതെ എർത്ത് ക്ലിപ്സ് വേണം 40 mm 6 നമ്പേഴ്സ്. വെതർ പ്രൂഫ് ആയിട്ടുള്ള ട്വിൻ കോർ സർവീസ് കേബിളുകൾ വേണം. അല്ലെങ്കിൽ PVC ഷീറ്റ് ഇൻസുലേറ്റഡ് കേബിളുകൾ വേണം. 2.5 സ്ക്വയർ mm അതിന് 250 വോൾട്ട്സ് ഗ്രേഡ് ഉണ്ടാവണം. GI വയർ 10 SWG, GI വയർ 12 SWGയും 22 SWGയും വേണം. GI വയർ 7x3 x 15 mm സൈസ് ഉള്ളത് വേണം. പോർസലിൻ റിംഗ് ഇൻസുലേറ്റർ വേണം, അത് 70 എണ്ണം വേണം. GI പൈപ്പ് 40 mm അത് 3 മീറ്റർ വേണം. GI പൈപ്പിലേക്ക് GI ബെൻഡ് ഫിക്സ് ചെയ്യുക. MS ക്ലാംസ് വേണം 40 mm 3 mm തിക്നെസ് വേണം. വുഡ് സ്ക്രൂകൾ വേണം, അതും 40 mm വേണം, അത് 8 എണ്ണം ക്യാരി ചെയ്യണം. സിൽവർ പെയിന്റ് വേണം 200 ml. സ്റ്റേ ഇൻസുലേറ്ററുകൾ വേണം, അതും 2 എണ്ണം. ബോംബെ നെയിൽസ് വേണം, അത് 8 എണ്ണം വേണം. കേബിൾ ഗ്രാൻസ് വേണം, ബ്രിക്സ് വേണം, സാൻഡ് വേണം, കേബിൾ കോമ്പൗണ്ട് വേണം, സോൾഡർ, കേബിൾ ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പുകളും കൂടി നമുക്ക് ആവശ്യമാണ്. നിയറസ്റ്റ് പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് അതിനെ സ്പെസിഫൈ ചെയ്ത് അതിന് എസ്റ്റിമേറ്റ് എടുക്കുക. എന്നിട്ട് മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി നോക്കുക. ഈ ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഒരു കൺസ്യൂമർ ബിൽഡിങ്ങിലെ എക്സിസ്റ്റിംഗ് സർവീസ് പോളിലെ സർവീസ് കണക്ഷൻസ് അത് സർവീസ് ലൈനുകൾ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു സർവീസ് ലൈനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു സർവീസ് ലൈനിലേക്കുള്ള സർവീസ് കേബിൾ കണക്ട് ചെയ്യുന്നതിന് മുൻപ് അത് ഷട്ട് ഡൗൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ എക്സസൈസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മുടെ നിയറസ്റ്റ് ഇലക്ട്രിക്കൽ പോൾ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് അളന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ സർവീസ് ലൈനുകൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. നമ്മൾ അതിന്റെ മെഷേർഡ് വാല്യൂ ആദ്യം ടാബുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ സപ്ലൈ എത്രയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. സിംഗിൾ ആണോ 3 ഫേസ് ആണോ എന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചു വേണം നമ്മൾ സർവീസ് കേബിളുകൾ നോക്കാനായിട്ട്. അത് അഡ്ജസന്റ് ബിൽഡിംഗ് ഏരിയയുമായി ക്രോസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം GI പൈപ്പ് പ്രിപ്പയർ ചെയ്യുക. അതിനെ ഗൂസ് നെക്കിന് രീതിയിൽ വളയ്ക്കുക. എന്നിട്ടത് പൊസിഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി മീറ്റർ ബോർഡിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്ത് GI പൈപ്പിന്റെ ഹൈറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം സർവീസ് കണക്ഷനുമായി ഫിക്സ് ചെയ്യുക. ഗൂസ് നെക്ക് ബെൻഡിന് ആവശ്യമായിട്ടുള്ള നീളം എത്രയാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം വോളിന്റെ തിക്നെസ്സും നോക്കുക. അതിനുശേഷം അതിന്റെ മെഷേർഡ് വാല്യൂ ടാബുലേറ്റ് ചെയ്യുക. അതിനുശേഷം കേബിളിന്റെ ലെങ്ത് എത്രയെന്ന് ഡിറ്റർമിൻ ചെയ്ത്, അതായത് ഇൻസൈഡ് വാളും മീറ്റർ ടെർമിനൽസും തമ്മിലുള്ള ലെങ്ത് ആണിത്, അതിന്റെ മെഷേർഡ് വാല്യൂ നമ്മൾ ടാബുലേഷനിലേക്ക് നോട്ട് ചെയ്യുക. സർവീസ് കേബിളിന്റെ ലെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മെഷേർഡ് വാല്യൂസിൽ നിന്ന് GI പൈപ്പിന്റെയും നീളം അളക്കുക. അതിനുശേഷം GI പൈപ്പ് 2 കഷണമാക്കിയിട്ട് അതിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുക L1 L2 എന്ന്. L1 L2 എന്ന രീതിയിൽ GI പൈപ്പിനെ ഒരെൻഡിൽ നമ്മൾ ത്രെഡ് ചെയ്യുന്നു. അതിനുശേഷം ലോങ്ങർ GI പൈപ്പിന്റെ ഒരെൻഡ് നമ്മൾ ബെൻഡ് ചെയ്തതിനു ശേഷം, അതായത് ഗൂസ് നെക്ക് രീതിയിൽ, അതായത് അതിന്റെ പൈപ്പ് ഡയമീറ്ററിന്റെ 12 മടങ്ങായിരിക്കും ഇതിന്റെ ഡയമീറ്ററും. ഇനി പൈപ്പ് ജമ്പർ ഉപയോഗിച്ച് വോളിൽ ഒരു ഹോൾ ഇടുക. ആ രീതിയിൽ നമുക്ക് പൈപ്പ് എനർജി മീറ്റർ ടെർമിനൽസിന്റെ അടുത്തേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം L2 GI പൈപ്പിലേക്ക് L1 GI പൈപ്പ് ബെൻഡ് ചെയ്യുക. Prepare the support of GI wire with separators and service cables. അസംബിൾഡ് പൈപ്പിലൂടെ നമ്മൾ ഫിഷ് വയർ ആദ്യം പാസ് ചെയ്യണം. അതിനുശേഷം GI പൈപ്പ് നമ്മൾ വെർട്ടിക്കലി ഫിക്സ് ചെയ്യണം, അതായത് MS ക്ലാമ്പുകൾ ഉപയോഗിച്ച്.
അതിനുശേഷം സ്മോൾ റിംഗ് ഇൻസുലേറ്റേഴ്സ് 2 നമ്മൾ ബൈൻഡ് ചെയ്ത് അതിനെ ഒരു സിംഗിൾ ഫേസ് സപ്ലൈയുമായി കണക്ട് ചെയ്യുന്നു. അതിലൊരു സെറ്റിൽ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു GI വയർ ഉപയോഗിക്കുന്നു. അത് 10 SWGയുടേതാണ്. അതിനുശേഷം നമ്മൾ അത് ബൈൻഡ് ചെയ്യണം ഒരു യൂണിഫോം ഡിസ്റ്റൻസിലേക്ക്. അത് GI വയറിൻ്റെ മെയിൻ സപ്പോർട്ടിലേക്കായിട്ടാണ്. അത് 10 SWG ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ റിംഗ് ഇൻസുലേറ്റേഴ്സിലൂടെ വയറുകൾ പാസ് ചെയ്ത് അതിന് സഫീഷ്യൻറ്റ് ലെങ്ത് ഉണ്ടോ എന്ന് നോക്കി 2 എൻഡ്സിലും കണക്ട് ചെയ്യുക. അതിനുശേഷം കേബിളുകൾ ഫേസ് എന്നും ന്യൂട്രൽ എന്നും മാർക്ക് ചെയ്യുക. സപ്പോർട്ട് വയറിൻ്റെ ഒരെൻഡ് നമ്മൾ വെർട്ടിക്കൽ പൈപ്പുമായി ഫിക്സ് ചെയ്യുക. അതായത് ഗൂസ് നെക്കിൻ്റെ താഴെയായിട്ട് U-ക്ലാമ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക. സപ്പോർട്ട് GI വയറിൻ്റെ മറ്റേ അറ്റം നമ്മൾ പോളുമായി ഫിക്സ് ചെയ്യുക. അതിനുശേഷം സർവീസ് കേബിൾ നമ്മളിങ്ങനെ വലിച്ച് എനർജി മീറ്ററുമായി കണക്ട് ചെയ്യുക. സർവീസ് കേബിൾ നമ്മൾ GI പൈപ്പിനുള്ളിലൂടെ ഒരു ഫിഷ് വയർ ഉപയോഗിച്ച് വലിച്ച്, അതായത് പൈപ്പുകളുടെ 2 എൻഡിലെ ബുഷസിലേക്കുമാണ് നമ്മൾ എത്തിക്കേണ്ടത്. കണക്ട് സർവീസ് കേബിൾ ടു ദി ഓവർഹെഡ് ലൈൻസ് ത്രൂ ആൻ ഏരിയൽ ഫ്യൂസ്. സർവീസ് ലൈനുകൾ എനർജി മീറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം എൻഡുകൾ നമ്മൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം സപ്പോർട്ട് സർവീസ് കേബിൾ നമ്മൾ എർത്ത് ചെയ്യുന്നു. അതിനുശേഷം U-ക്ലാമ്പിന് നടുവിലായി ഒരു എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നു. അതായത് GI പൈപ്പിലെ അത് കൺസ്യൂമർ മെയിൻ ബോർഡിൻ്റെ എർത്ത് ടെർമിനലിലേക്കായിരിക്കും. അതായത് GI പൈപ്പിലെ എർത്ത് ക്ലാമ്പുകൾ എർത്തിങ് ചെയ്യാനായിട്ട്. സർവീസ് കേബിളിൻ്റെ ഫേസ് കേബിൾ നമ്മൾ ഫേസ് വയറുമായി കണക്ട് ചെയ്യുന്നു. അതായത് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൻ്റെ അത് നമ്മൾ കണക്ടർ ഉപയോഗിച്ചോ ജോയിൻ്റ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം സർവീസ് കേബിളിൻ്റെ ന്യൂട്രൽ കേബിൾ നമ്മൾ ന്യൂട്രൽ വയറുമായി കണക്ട് ചെയ്യുന്നു. അത് നമ്മളൊരു ജോയിൻ്റോ കണക്ടറോ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൻ്റെ. നമ്മൾ സർവീസ് ലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടത്. എപ്പോഴാണ്? അതായത് സർവീസ് കേബിൾ സർവീസ് ലൈനുമായി കണക്ട് ചെയ്യുന്നതിന് മുൻപ്. സർവീസ് ലൈൻ കണക്ടറുകൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ലൈൻ നമ്മൾ എനർജൈസ് ചെയ്യണം. റീക്യാപ്പ്: ഈ സെക്ഷനിൽ നിങ്ങൾ നിയറസ്റ്റ് പോൾ ലൊക്കേറ്റ് ചെയ്യുകയും ആവശ്യമുള്ള വസ്തുക്കളുടെ എസ്റ്റിമേറ്റ് കണക്കാക്കുകയും ചെയ്യാനും GI പൈപ്പ് തയ്യാറാക്കുന്നതിനായി ഗൂസ് നെക്ക് രൂപത്തിൽ അവ വളച്ച് തൽസ്ഥാനത്ത് ഇൻസ്റ്റാൾ ചെയ്യാനും സെപ്പറേറ്ററും സർവീസ് കേബിളും ഉപയോഗിച്ച് സപ്പോർട്ട് GI വയർ തയ്യാറാക്കുകയും സർവീസ് കേബിൾ വലിച്ച് എനർജി മീറ്ററിലേക്ക് കണക്ട് ചെയ്യുകയും ഒരു ഏരിയൽ ഫ്യൂസ് വഴി ഓവർഹെഡ് ലൈനിലേക്ക് സർവീസ് കേബിൾ ബന്ധിപ്പിക്കാനും 2 അറ്റത്തെയും സർവീസ് കേബിൾ സപ്പോർട്ട് വയർ എങ്ങനെയാണ് എർത്ത് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ സെഷനിലെ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ പുതിയ കൺസെപ്റ്റുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.